നമസ്കാരം. രേഖകളും തെളിവുകളും അടിസ്ഥാനമാക്കി കോടതികൾ തീരുമാനമെടുക്കുമ്പോൾ അത് പലപ്പോഴും സാമാന്യ യുക്തിക്കും സാമാന്യ നീതിക്കും അനുസൃതമാകണം എന്നില്ല. ശബരിമലയിലും സഭാതർക്കത്തിലും നാം കാണുന്നത് ഇതാണ്. അതായത് കോടതി വിധികളെ ആൾക്കൂട്ട നീതി തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നാമജപ പ്രതിഷേധം കഴിഞ്ഞപ്പോൾ ദിവ്യബലി പ്രതിഷേധമായി. ഒരു കാരണത്തിനും ഒരു പ്രതിഷേധത്തിനും വേണ്ടി തെരുവിലിറങ്ങാത്ത സാധാരണക്കാരായ സ്ത്രീകൾ വിശ്വാസം സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോയി പ്രതിഷേധിക്കാം എന്ന് തീരുമാനമെടുക്കുന്ന അതേ കാഴ്ച. വിശ്വാസികൾക്ക് മുറിവേൽക്കാനായി ജീവിതം ബാക്കിയാവുകയാണ്. കാരണം ചതിക്കാനും ചതിക്കപ്പെടാനുമായി അവരുടെ ജീവിതം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. പള്ളി അല്ലെങ്കിൽ ദേവാലയം എന്ന കെട്ടിടത്തിനു വേണ്ടി ആത്മഹത്യാശ്രമം നടത്തുന്നതിന്റെ യുക്തിരാഹിത്യത്തെപ്പറ്റി കവർ സ്റ്റോറി കഴിഞ്ഞ തവണ സംസാരിച്ചിരുന്നു. ആ പരാമർശങ്ങളിൽ രോഷാകുലരായ ഒരു കൂട്ടം യാക്കോബായ സഭക്കാർ തുറന്ന കത്തുകളും സന്ദേശങ്ങളും അയക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിൽ കവർ സ്റ്റോറിയുടെ നയം കൃത്യമായി പറയാം. ബാവ കക്ഷിക്കാരും മെത്രാൻ കക്ഷിക്കാരും റോമൻ കത്തോലിക്കരും നായന്മാരും ഈഴവരും പുലയരും ആദിവാസികളും ബ്രാഹ്മണരും മുസ്ലിങ്ങളും എന്നുവേണ്ട സകലമാന മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകളും ഇടതിങ്ങി വസിക്കുന്ന നാടാണ് ഇന്ത്യ മഹാരാജ്യം. ഈ മഹാരാജ്യത്തെ സകലമാന പൗരജനങ്ങൾക്കും ഒരുപോലെ ബാധകമായ നിയമസംഹിതയാണ് ഇന്ത്യൻ ഭരണഘടനയും അതിൽ അധിഷ്ഠിതമായ നീതിന്യായ നിയമവ്യവസ്ഥയും. ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയനും ബസേലിയോസ് തോമസ് പ്രഥമനും ആലഞ്ചേരി ക്ലിമ്മീസ് പിതാക്കന്മാരും ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പാണക്കാട് തങ്ങളും പുന്നല ശ്രീകുമാറുമൊക്കെ ഈ ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിച്ചേ പറ്റൂ. അതുതന്നെ സകലമാന മതങ്ങളിലും പെട്ട വിശ്വാസികൾക്കും ബാധകമാണ്. അന്ത്യോഖ്യ നിയമം, കാനോൻ നിയമം, ഉപനിഷത് വ്യാഖ്യാനം, മനുസ്മൃതി, ബൈബിൾ, ഖുറാൻ ഇതൊന്നും ഇന്ത്യ മഹാരാജ്യം എന്ന സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കിന്റെ നിയമമല്ല. അതതിൽ വിശ്വസിക്കുന്നവരുടെ വ്യക്തിപരമായ കാര്യവും വിശ്വാസവും മാത്രമാണത്. സ്വതന്ത്ര മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന ഇന്ത്യയുടെ സവിശേഷതയാണ് അത്. അതുകൊണ്ടാണ് ശബരിമലയിലും സഭാതർക്കത്തിലും മുത്തലാഖിലും സുപ്രീം കോടതി വിധി നാട്ടിലെ നിയമമായി മാറുന്നതും നടപ്പാക്കാൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടാകുന്നതും. ഇതാണ് ഏതൊരു തർക്കത്തിന്റെയും അവസാന പരിഹാരമാർഗം. അതുകൊണ്ട് ഒന്നുകിൽ പ്രശ്നങ്ങൾ തമ്മിൽ സംസാരിച്ചു തീർക്കുക, അല്ലെങ്കിൽ നാട്ടിലെ നിയമം അനുസരിക്കുക. രണ്ടല്ലാതെ വഴികളില്ല എന്ന് എല്ലാ മതങ്ങളിലെയും എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കണം. യഥാർത്ഥത്തിൽ യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും തമ്മിൽ ആരാധനാക്രമത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അന്ത്യോഖ്യ പാത്രിയാർക്കീസിന്റെ പരമാധികാരം രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നുമുണ്ട്. മടിയൊന്നുമില്ല. അന്ത്യോഖ്യയിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളും അവിടെ നിന്ന് വാഴ്ത്തി അയക്കുന്ന തിരുമേനിമാരെയും അംഗീകരിക്കുക എന്നതാണ് യാക്കോബായ പക്ഷത്തിന്റെ നയം. തീരുമാനങ്ങളെല്ലാം ഇവിടെ തന്നെ, തിരുമേനിമാരെ തീരുമാനിക്കുന്നതും ഇവിടെ തന്നെ എന്നതാണ് ഓർത്തഡോക്സ് പക്ഷത്തിന്റെ നയം. ഇതുമാത്രമാണ് ഇവർ തമ്മിലുള്ള ഭിന്നത. പക്ഷേ ഇവരുടെ തർക്കവും വഴക്കും കണ്ടാൽ നമ്മൾ വിചാരിക്കുക എന്തോ വലിയ ഭിന്നതയും പ്രശ്നവും ഇവർ തമ്മിൽ ഉണ്ട് എന്നതാണ്. പ്രശ്നമുണ്ട്, അത് പക്ഷേ വിശ്വാസകാര്യത്തിലല്ല, സ്വത്തിലാണ്. വിശുദ്ധ പത്രോസ് സ്ഥാപിച്ച അന്ത്യോഖ്യ സഭയുടെ പിന്തുടർച്ച പറ്റുന്നവരാണ് തങ്ങളെന്ന് യാക്കോബായ സഭക്കാർ വിശ്വസിക്കുന്നുണ്ട്. പത്രോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പിൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അന്ത്യോഖ്യാധികാരത്തെ അംഗീകരിക്കുന്ന ഓർത്തഡോക്സുകാർക്കും ഇതേ വചനം ബാധകമാണ്. പക്ഷേ ബൈബിളും വചനവും സുവിശേഷവും ഭക്തിയുമല്ല ഇപ്പോൾ നാം കേൾക്കുന്നത്. പരസ്പര ആരോപണങ്ങളും വെല്ലുവിളികളും സ്വത്തു തർക്കവും മത്സരവും പരിഹാസവും മാത്രമാണ്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യമില്ലാത്ത കയ്യേറ്റക്കാർ വരുന്നത് കൊണ്ടുള്ള പ്രശ്നമല്ലാതെ ഇവിടെ വേറെ യാതൊരു പ്രശ്നവുമില്ല. ഈ ആളുകളെല്ലാം അനർഹരായ ആളുകൾ ഇവിടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞിട്ട് വന്നു കൂടിയതാണ്. ഞങ്ങളുടെ നടപടി, ഞങ്ങളുടെ വകകൾ ഒരു കാരണത്താലും ആർക്കും വിട്ടുകൊടുക്കുകയില്ല. കോതമംഗലത്ത് നടക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വിദ്യാർത്ഥികളെ അടക്കം ദേവാലയത്തിനകത്ത് നിർത്തിയിരിക്കുകയാണ്. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ പള്ളിയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് ഈ
വിധിന്യായത്തെ എതിർക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കുമ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശവും അതിനൊരു പക്ഷേ ഉണ്ടാകാനിടയുണ്ട്. നിരോധനമുള്ള ആളുടെ നേതൃത്വത്തിലാണ് അവിടെ ഇപ്പോൾ ഈ അജിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മെത്രാച്ചന്മാർക്കും അച്ഛന്മാർക്കും ഒക്കെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ ബാവാ തിരുമേനി ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രേഷ്ഠ ബാവാ തിരുമേനി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരുന്ന് അവരാണിത് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസിന് ചെയ്യാമായിരുന്നത് അവരെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം കോടതി വിധി നടപ്പാക്കാമെന്നുള്ളതായിരുന്നു. ഇവിടെ പോലീസിന് ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ടല്ല. തോമസ് പോൾ റമ്പാച്ചൻ എന്ന് പറയുന്ന ആള് കലഹത്തിൽ നിന്നുണ്ടായതാണ്. അദ്ദേഹം കലഹത്തിൻ്റെ പേരിലല്ലാതെ അറിയപ്പെട്ടിട്ടില്ല. ഒരിക്കലും ഒരു സ്ഥലത്തും ഈ നാട്ടിൽ അനേകർ ജനിച്ചു വളർന്ന നാടിനും വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ പ്രയോജനപ്പെട്ടിട്ടുള്ളവരുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു മനുഷ്യനെ ഞാൻ കേട്ടിട്ടില്ല. 1934 ഭരണഘടനയാണ് നിലനിൽക്കുന്നത് എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ യാക്കോബായ സഭ എന്ന മലങ്കര സുറിയാനി സഭയുടെ സ്വന്തമായ ഭരണഘടന നിയമപരമായി അംഗീകരിക്കപ്പെടുന്നില്ല. ഒരു കുടുംബത്തിൽ സ്വത്തുതർക്കമുണ്ടായി 2 മക്കൾ കോടതിയെ സമീപിക്കുന്നു. മൂത്തയാൾക്ക് അനുകൂലമായി വിധി വരുന്നു, ഇളയയാൾ വിധി അംഗീകരിക്കുന്നില്ല. വിധി അനുസരിച്ച് കാര്യം നടത്തണം എന്ന് മൂത്തയാളും വിധി അനുസരിക്കില്ല എന്ന് ഇളയയാളും പറയുമ്പോൾ വീട്ടുകാരനവർ എന്തു ചെയ്യും? 2 സഭക്കാരെയും ചേർത്ത് നിർത്താൻ ആലോചിക്കുന്ന പിണറായി വിജയന്റെ സ്ഥിതിയാണ് ഇത്. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്. കഷ്ടപ്പാടാണ് പിണറായി വിജയന്. 1934 ശേഷം കൊല്ലം ഒരുപാടായി. തലമുറകൾ മാറി, സ്വഭാവം മാറി, വിശ്വാസത്തിന്റെ രീതി മാറി, ചിന്താഗതി മാറി. അപ്പോഴാണ് കോടതി 1934 വസ്തുതകൾ ഉറപ്പിക്കുന്നത്. വരുമാനമുള്ള പള്ളികളിൽ അവകാശം ഉന്നയിക്കുന്നത് സ്വത്തടിച്ചുകൊണ്ടുപോകാനുള്ള ഓർത്തഡോക്സ് പക്ഷക്കാരുടെ ശ്രമമാണ് എന്ന് യാക്കോബായക്കാർ ആരോപിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതി ഉത്തരവ് വഴി നഷ്ടം വന്നിട്ടുള്ളത് യാക്കോബായ സഭയിലെ പുരോഹിത വർഗത്തിന് മാത്രമാണ്. പള്ളിയുടെ ഭരണം ഇടവക സമിതിക്കാണ്. ഇടവക സമിതി എന്ന് വെച്ചാൽ വിശ്വാസികളുടെ സമിതി. ഒരു പള്ളിക്ക് ചുറ്റും കൂടുതലുള്ളത് യാക്കോബായക്കാരാണ് എങ്കിൽ ഇടവക സമിതിയിൽ ഭൂരിപക്ഷം അവർക്കായിരിക്കും. പക്ഷെ ആ സമിതിയുടെ അധ്യക്ഷനായിരിക്കുക പള്ളി വികാരിയാണ്. പള്ളി വികാരിയെ തീരുമാനിക്കുന്നത് ഓർത്തഡോക്സ് സഭയാണ്. എന്നാലും സ്വത്തുക്കൾ പള്ളിയിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോകാതെ നോക്കാൻ ഇടവക വിശ്വാസികൾക്ക് കഴിയും എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് പറയുന്നത് യാക്കോബായ പക്ഷത്തെ പുരോഹിത വർഗത്തിന് മാത്രമാണ് ഈ വിധിയിലൂടെ വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത്. ബാവ കക്ഷിക്കും മെത്രാൻ കക്ഷിക്കും കേരളത്തിൽ ഒരുപാട് പള്ളികളുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചെണ്ണത്തിന്റെ പേര് മാത്രമാണ് കേൾക്കുന്നത്. അതെന്താ എല്ലായിടത്തും ഈ ബലപരീക്ഷണം ഇല്ലാത്തത്? അതാണ് സ്വത്ത് എന്ന മാജിക്കിന്റെ വില. ഉദാഹരണം കോതമംഗലം ചെറിയ പള്ളി. കോതമംഗലത്തെ MA കോളേജ്, ബേസിൽ സ്കൂൾ, ബസേലിയോസ് ആശുപത്രി, നഴ്സിംഗ് കോളേജ്, ദന്തൽ കോളേജ് എന്നിങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമാവകാശമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന കോടികളുടെ വരുമാനമുള്ള സ്ഥാപനങ്ങൾ. പിറവം പള്ളിയും സ്വത്തുകാര്യത്തിൽ മുന്നിലാണ്. മലബാറിൽ തർക്കങ്ങൾ അധികമില്ലാത്തത് ഇതുപോലെ സ്വത്തുള്ള ദേവാലയങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ടാണ് യാക്കോബായക്കാർ ആരോപിക്കുന്നത് ഇത് സ്വത്തടിച്ചു മാറ്റാനുള്ള ഓർത്തഡോക്സ് ശ്രമമാണ് എന്ന്. കോതമംഗലം ചെറിയ പള്ളിയോട് ചേർന്ന് കൂടുതലുള്ളത്, അല്ലെങ്കിൽ 99% യാക്കോബായ സഭക്കാരാണ്. ആ പള്ളി ഓർത്തഡോക്സ് സഭ ഭരിക്കും എന്ന് പറഞ്ഞാൽ യുക്തിപരമായി അംഗീകരിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് യാക്കോബായക്കാർ പറയുന്നത്. അതായത് കോടതി വിധി പറയുന്നത് വിശ്വാസികളെ പള്ളിയിൽ നിന്ന് ഇറക്കിവിടണം എന്നല്ല, ആ പള്ളിയുടെ വികാരിയെ ഓർത്തഡോക്സ് സഭ തീരുമാനിക്കും എന്നാണ്. അതായത് പള്ളിയുടെ ഭരണം ഓർത്തഡോക്സ് സഭയ്ക്കായിരിക്കും. 99% വിശ്വാസികളും യാക്കോബായക്കാരായ പിറവത്തും കോതമംഗലത്തും പള്ളികളിൽ ഓർത്തഡോക്സ് വൈദികൻ ആരാധന നടത്താനെത്തും എന്ന് ചുരുക്കം, സുപ്രീം കോടതി വിധി നടപ്പാക്കുകയാണെങ്കിൽ. അങ്ങനെ പള്ളി വികാരിയായാണ് തോമസ് പോൾ റമ്പാൻ കോതമംഗലം ചെറിയ പള്ളിയിൽ എത്തിയത്. തോമസ് പോൾ റമ്പാൻ എന്ന ഈ പുരോഹിതനെതിരെ കടുത്ത ആരോപണങ്ങൾ യാക്കോബായ പക്ഷം ഉയർത്തുന്നുണ്ട്.
നേരത്തെ യാക്കോബായ സഭയിൽ ഷമ്മാശനായിരുന്ന തോമസ് പോൾ റമ്പാൻ ഓർത്തഡോക്സ് പക്ഷത്തേക്ക് മാറിയത് യാക്കോബായ വിഭാഗത്തിന് ക്ഷമിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ വ്യക്തി അധിക്ഷേപത്തിലേക്കും മാറുന്നു. അദ്ദേഹത്തിന്റെ ബേസിക് ഇഷ്യൂ ഒന്നല്ല. ഒരു കാലഘട്ടത്തിൽ ഈ പള്ളിയുടെ അധീനതയിൽപ്പെട്ട ഒരു കിണർ താഴെ ഉണ്ടായിരുന്നു. ആ കിണറോട് ചേർന്ന് ഒരു 3 സെന്റ് സ്ഥലം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ പള്ളിക്ക് അവകാശപ്പെട്ട കിണർ തന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതിയിൽ ഒരു OS സ്യൂട്ട് ഫയൽ ചെയ്തു. ആ കേസിനകത്ത് തോൽവി പറ്റി. ആ തോൽവിക്ക് ശേഷം മാത്രമാണ് ഈ തോമസ് പോൾ എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയിൽ പോയി കൂടിയത്. കോതമംഗലം ചെറിയ പള്ളിക്ക് പുറത്ത് കാറിൽ കാത്തിരുന്ന റമ്പാൻ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാനാവാതെയാണ് മടങ്ങിയത്. കളക്ടർ ഓർഡർ ഇട്ടാൽ പിന്നെ എനിക്ക് വേറെ ഓപ്ഷനില്ല. അതുകൊണ്ട് അതനുസരിക്കുകയാണ്. അനുസരിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടുത്തെ പെണ്ണുങ്ങൾ, എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ നിൽക്കുന്ന പെണ്ണുങ്ങളിൽ ഒരു സ്ത്രീ പോലും അവർ മരിച്ചാൽ പോലും തോമസ് പോൾ എന്ന വ്യക്തിക്ക് ഈ പള്ളിക്കാരെ സമ്മതിക്കില്ല. എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യത്. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാം ഇത് ഞങ്ങളുടെ പള്ളിയാണ്, ഞങ്ങളുടെ കപടമാണ്, ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളാണ് ഈ പള്ളിയെ കാക്കേണ്ടവർക്ക് അറിയാം. അതുകൊണ്ട് ഇവരുടെ ശവങ്ങളിൽ ചവിട്ടി അല്ലാതെ തോമസ് ഭാഗത്ത് പ്രവേശിക്കില്ല. പോലീസല്ല, പട്ടാളമല്ല, ആര് വന്നു കഴിഞ്ഞാൽ പോലും അവരെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ശവങ്ങളിൽ ചവിട്ടി മാത്രമേ തോമസ് പോളിന്റെ മർത്തോമാച്ചയുടെ അങ്കണത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് താഴെ തലത്തിൽ നടക്കുന്ന ചർച്ചകൾ. സുപ്രീം കോടതി ഇതൊന്നും പരിഗണിച്ചല്ല തീരുമാനമെടുക്കുന്നത്. അവിടെ പ്രധാനം തെളിവുകളും രേഖകളും വസ്തുതകളുമാണ്, നാട്ടുവർത്തമാനങ്ങളല്ല. കാരണം കോടതിക്ക് മുന്നിലുള്ളത് സിവിൽ കേസാണ്. വസ്തുതർക്കം, അതൊരു വിശ്വാസ തർക്കമല്ല. ചർച്ചകളും സമവായവും വഴി പ്രശ്നം പരിഹരിക്കണമെന്ന് കോടതി തന്നെ നിർദ്ദേശിച്ചതാണ്. അത് നടപ്പാകാതെ വന്നപ്പോഴാണ് രണ്ടു കൂട്ടരും കോടതിയെ തന്നെ വീണ്ടും ആശ്രയിച്ചത്. ഇപ്പോൾ യാക്കോബായ പക്ഷം തോറ്റിരിക്കുന്നു, ഓർത്തഡോക്സ് പക്ഷം ജയിച്ചിരിക്കുന്നു. ഈ തോൽവി യാക്കോബായ പക്ഷം ആദ്യം അംഗീകരിക്കണം. ക്ഷമയും മഹാമനസ്കതയും